ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫീസേ ഉള്ളൂ, 100 രൂപ മാത്രം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അന്നേരം പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. പ്രഗതി, വികാസ് എന്നിവയാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. പ്രഗതി, വികാസ് എന്നിവയാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സുശക്തി മിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിക്കാരുമായിട്ട്. ഓർത്ത് വെച്ചോണേ, സുശക്തി മിഷൻ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതെല്ലാവരും പഠിക്കുക കേട്ടോ. ഓക്കെ, സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഓപ്പറേഷൻ സൈ ഹണ്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സൈബറിൻ്റെ സൈയും ഓപ്പറേഷൻ സൈ ഹണ്ടിലെ സൈയും വെച്ചങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്താണ്? ഓപ്പറേഷൻ സൈ ഹണ്ട്, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. രണ്ടായിരത്തി 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായ R വൈരമുത്തുവിന്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായ R വൈരമുത്തുവിന്. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് N പ്രഭാകരൻ്റെ മായാമനുഷ്യർ. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് N പ്രഭാകരൻ്റെ മായാമനുഷ്യർ. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവാർഡുകൾ, പുരസ്കാരങ്ങളൊക്കെ PSCയുടെ സ്ഥിരം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് R വൈരമുത്തുവിന്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് N പ്രഭാകരൻ്റെ മായാമനുഷ്യർ. മേതിൽ രാധാകൃഷ്ണന് 2025
മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഓക്കെ. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. ടി വിയിലും ന്യൂസിലും ഒക്കെ കേൾക്കാമല്ലോ, ഡൽഹിയിലാണല്ലോ എപ്പോഴും ഏറ്റവും കൂടുതലും ഈ വായു മലിനീകരണം നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിക്കപ്പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116 സ്ഥാനം. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116 സ്ഥാനം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. 86% സ്കൂളുകളും പുകയിലമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. 86% സ്കൂളുകളും പുകയിലമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. മിഷൻ ഡ്രോൺ ശക്തി. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ശ്രീനഗറിൽ. കൃഷിയിടത്തിന് സമീപത്തെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്. കൃഷിയിടത്തിന് സമീപത്തെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്. കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര എന്ന പുതിയ ഇനം കൂൺ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര എന്ന പുതിയ ഇനം കൂൺ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര എന്ന പുതിയ ഇനം കൂൺ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഓക്കെ. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രിയായി ബലേന്ദ്ര ഷാ റാപ്പർ ബലേൻ ചുമതലയേറ്റു. അപ്പം നേപ്പാളിൻ്റെ 47ാമത് പ്രധാനമന്ത്രി ആരാണ്? ബലേന്ദ്ര ഷാ. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് റാപ്പർ ബലേൻ. ഓക്കെ. അപ്പം നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രിയായി ബലേന്ദ്ര ഷാ, അതായത് റാപ്പർ ബലേൻ ചുമതലയേറ്റു. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി വിക്രം ദൊരൈസ്വാമിയെ നിയമിച്ചു. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി വിക്രം ദൊരൈസ്വാമിയെ നിയമിച്ചു. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായി RM നാച്ചൈമ. അവർ നിയമിതയായത് കർണാടകത്തിലുള്ള കൈഗ ആണവ നിലയത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? RM നാച്ചൈമി. RM നാച്ചൈമി.
അപ്പോൾ അവരെവിടെയാണ് നിയമിതയായിരിക്കുന്നത്? കർണാടകത്തിലുള്ള കൈഗ ആണവ നിലയത്തിൽ. PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന്. കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. അപ്പോൾ ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? RM നാച്ചമ്മയി. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ. സുപ്രീം കോടതിയാണ് റാണയുടെ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും കണ്ടു കാണും, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കാണുമല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ. സുപ്രീം കോടതിയാണ് റാണയുടെ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. അതൊരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അത് കോളേജിലെ ഹോസ്റ്റലിൽ നിങ്ങോട്ട് വീണതാണ്. അങ്ങനെ അത് കിടപ്പിലായി. അപ്പോൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരൻസ് പറഞ്ഞു ദയാവധം കൊടുക്കണമെന്ന്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായത് ഡൽഹിയിലെ ഹരീഷ് റാണയാണ്. തൊണ്ണൂറ്റിയെട്ടാം ഓസ്കാർ പുരസ്കാരങ്ങൾ 2026. മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടൻ മൈക്കിൾ B. ജോർഡാൻ. മികച്ച നടി ജെസ്സി ബക്ലി. മികച്ച ഛായാഗ്രഹണം ഓട്ടം ഡ്യൂറാൾസ് ആർക്കപ്പോ. മികച്ച കാസ്റ്റിംഗ് കസാൻഡ്ര കുലൂക്കിൻസ്. മികച്ച സഹനടൻ സീൻ പെന്ന്. മികച്ച സഹനടി ആമി മാഡിഗൻ. ഇപ്പോൾ ഓസ്കാർ പുരസ്കാരങ്ങൾ 2026 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങളാണ്. അപ്പം മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. മികച്ച നടൻ മൈക്കിൾ B. ജോർഡാൻ. മികച്ച നടി ജെസ്സി ബക്ലി. മികച്ച ഛായാഗ്രഹണം ഓട്ടം ഡ്യൂറാൾസ് ആർക്കപ്പോ. മികച്ച കാസ്റ്റിംഗ് കസാൻഡ്ര കുലൂക്കുണ്ടിസ്. മികച്ച സഹനടൻ സീൻ പെന്ന്. മികച്ച സഹനടി ആമി മാഡിഗൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ 10th പ്രിലിംസിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. 100 രൂപയെ ഫീസുള്ളൂ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനും ആൻസറും പോളായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 2500-3000 ക്വസ്റ്റ്യൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഓഡിയോ ക്ലാസ് ആയിട്ടും ഉണ്ട്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതിലുള്ളത്. GK പ്ലസ് കറണ്ട് അഫെയർസ് അത്രയാണ് കോഴ്സിലുള്ളത്. മാത്സ് ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറും 100 രൂപയേ ഉള്ളൂ. 2 മാസമാണ് കോഴ്സിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. അതായത് ഈ 2500-3000 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സിലെ പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സാം തീരുന്നത് വരെ അവിടെ ഇരുന്ന് പഠിക്കാം. കോഴ്സിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് മെയ് 1 മുതൽ ജൂൺ 30 വരെ അതിനുള്ളിൽ പോർഷൻസ് തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള പീരീഡിലാണ് 10th പ്രിലിംസ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഇൻ കേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്ലാസ്സുകൾ അവിടെ തന്നെ കാണും. ആ ക്ലാസ് അവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പഠിക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഈ 100 രൂപയ്ക്ക് ഇത് വളരെ നല്ലൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ നിങ്ങളെ കോഴ്സിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതൊരു ടെലഗ്രാം ചാനലിലാണ് കോഴ്സുകളുള്ളത്. പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലാണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു.